ഹലോ. ഇത് ആകാശത്തെ മഴവില്ല് പുട്ടുകുറ്റിക്കയറ്റി കുരുത്തള്ളി ഇടുവാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇത് റെയിൻബോ പുട്ടാണ്. 5 നേരത്തെ തയ്യാറാക്കിയ റെയിൻബോ പുട്ടാണ്. എല്ലാവരുടെ വീട്ടിലും പുട്ട് തയ്യാറാക്കുന്നുണ്ടല്ലോ. അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട് അങ്ങനെയൊക്കെ തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു വെറൈറ്റി പുട്ടൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ കാണുമ്പോഴേ കഴിക്കാൻ തോന്നും. ഒരു കാണാനുള്ളൊരു ഭംഗി കൊണ്ട് നമുക്ക് പുട്ട് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ. ഇനി ഈ 5 നിറവും നമുക്ക് തയ്യാറാക്കണം. അതിൽ ആദ്യത്തെ നിറമാണ് ഈ കാണുന്നത്. ഇത് തയ്യാറാക്കിയത് ബീട്രൂട്ട് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് അത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ആ ജ്യൂസാണ് നമ്മൾ മാവിൽ ഇട്ട് കുഴച്ച് ഈ കാണുന്ന നിറമായി മാറിയത്. നമ്മൾ 5 നിറത്തിലെ പുട്ടാണല്ലോ, അപ്പോൾ 5 പാത്രത്തിലാക്കി നമ്മൾ പുട്ടിൻ്റെ മാവ് മാറ്റി വെക്കണം. അപ്പോൾ ആദ്യത്തെ മാവിൽ നമ്മൾ ബീട്രൂട്ട് അരച്ച് ചേർത്ത് മിക്സ് ചെയ്തതാണ് ഈ കളറ്. ഇനി അടുത്ത മാവ് നീലയാണ്. ഇത് നമ്മൾ ശംഖുപുഷ്പം നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം അത് ചെറു ചൂടോട് കൂടിയാണ് നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്ത നിറം ഓറഞ്ചാണ്. ഇത് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയായി കഴുകിയെടുത്ത് മിക്സിയിൽ കഷ്ണങ്ങളാക്കി ഇട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം. ആ ജ്യൂസാണ് നമ്മൾ അടുത്ത മാവിലേക്കിട്ട് കുഴച്ചെടുത്ത് ഓറഞ്ച് കളറാക്കി മാറ്റിയത്. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അരിച്ചെടുത്ത് ജ്യൂസ് നിറത്തിനായിട്ട് പച്ച കളർ ചിക്കൻ. ഇനി അടുത്ത നിറം നമ്മൾ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് നമ്മൾ മാവിലിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഈ നിറത്തിലായും. ചിലവർ മല്ലിയില കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് പച്ച നിറത്തിനായിട്ട്. നമ്മൾ ചീരയാണ് കേട്ടോ യൂസ് ചെയ്തത്. ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. നല്ല കളർ കിട്ടുകയും ചെയ്യും. അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നാറുമില്ല കേട്ടോ. ഇനി അടുത്ത നിറം മഞ്ഞയാണ്. മഞ്ഞ അറിയാമല്ലോ, നമ്മൾ മഞ്ഞൾപ്പൊടി ചെറിയ ബൗളിൽ നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിൽ കലക്കിയിട്ട് അത് നമുക്ക് പുട്ടുപൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ 5 നിറവും തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്തത് പുട്ടിന് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ്. തേങ്ങ തിരുമ്മി വെച്ചതാണ്. ഇത് കഴിഞ്ഞില്ല. ഇനി ഓരോ മാവിലേക്കും അതിൻ്റെ ഒരു മണവും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതും കുറച്ച് പഞ്ചസാരയും നെയ്യും ചേർത്ത് നല്ലപോലെ ഓരോ മാവും നമ്മൾ കുഴച്ച് കൊടുക്കണം. ഓരോ മാവിലേക്കും ഏലക്ക പൊടിച്ചതും നെയ്യും പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് ആവി ഏറുമ്പോൾ തന്നെ നല്ല മണം വരും. നെയ്യുടെയൊക്കെ ഒരു മണം വരും. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് മാവ് നിറച്ച് കൊടുക്കണം. ആദ്യം തേങ്ങ ഇടുക. തേങ്ങ ഇടുന്നതിന് മുന്നേ പുട്ടുകുറ്റിയിൽ ചില്ലി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് തേങ്ങ ഇടുക. അതിലേക്ക് ഓരോ നിറത്തിലുള്ള മാവും 2 സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ബീട്രൂട്ടിൻ്റെ മാവാണ് നിറയ്ക്കുന്നത്. അത് 2 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി അടുത്ത നിറം മഞ്ഞയാണ്. മഞ്ഞയും 2 സ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ നിറം ഇട്ട് കൊടുത്തിട്ട് തേങ്ങ ആഡ് ചെയ്യേണ്ട കേട്ടോ. അതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇനി അടുത്ത നിറം പച്ചയാണ്. പച്ച നിറത്തിൽ 2 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നീല നിറത്തിലെ മാവ് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അടുത്ത നിറം ഓറഞ്ചാണ്, നമ്മുടെ ക്യാരറ്റ്. അപ്പോൾ അത് 2 സ്പൂൺ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ കുറ്റി ഇവിടെ നിറഞ്ഞു. ഇനി അതിന് മുകളിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവി വയ്ക്കാം. കണ്ടോ, നമ്മുടെ റെയിൻബോ പുട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എന്ത് ഭംഗിയാ നോക്കിക്കേ. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. പോരാഞ്ഞിട്ട് ഇതിൻ്റെ ഒരു മാവിൻ്റെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഈ ഏലക്ക പൊടിച്ച് നമ്മൾ ആഡ് ചെയ്തില്ലേ, ആ ഏലക്കയുടെയും നെയ്യുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. കാണുമ്പോഴേ കഴിക്കാൻ തോന്നും. പിന്നെ മണവും കൂടെ കിട്ടും, പിന്നെ പറയണ്ടല്ലോ. കണ്ടോ, നമ്മുടെ ഇവിടെ തയ്യാറായി കഴിഞ്ഞ പുട്ടാണ് ഈ കാണിക്കുന്നത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ,
കുറ്റിയിൽ നമ്മൾ മാവ് ചേർക്കുന്നതിൻ്റെ ഇടയ്ക്ക് തേങ്ങ ചേർക്കണ്ട എന്ന്. അതിന് കാരണം പുട്ട് വെന്ത് കഴിഞ്ഞ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ ആ ഒരു കുറ്റിപ്പുട്ട് രണ്ടായിട്ട് മാറിപ്പോകും. ആ തേങ്ങയുള്ള പോർഷൻ രണ്ടായിട്ട് മാറിപ്പോകും. അതൊരു ഭംഗി കാണില്ല. ഇത് ഒരു പുട്ടിൽ തന്നെ 5 നിറം കിട്ടും. മറ്റേത് ഇടയ്ക്ക് തേങ്ങ ചേർക്കുകയാണെങ്കിൽ ആ ഒരു പോർഷൻ മാറിപ്പോകും. അതുകൊണ്ടാണ് അങ്ങനെ തേങ്ങ ചേർക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇത് ഞങ്ങളുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്ത സുന്ദരി കോഴിക്കട്ട എന്നുള്ള വീഡിയോ ആണ്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണണേ. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമാണ്. വെറൈറ്റി ഫുഡുമായി വീണ്ടും കാണാം.